രാജസ്ഥാൻ തിരിച്ച് ട്രാക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുപ്പിച്ച് രണ്ടാമത്തെ മാച്ചാണ് രാജസ്ഥാൻ ഇന്ന് ജയിച്ചിരിക്കുന്നത്. പഞ്ചാബ് ഈ IPLിലെ മികച്ചൊരു ടീമായിരുന്നു. അവരെയും ഇപ്പോൾ രാജസ്ഥാൻ തോൽപ്പിച്ചിരിക്കുകയാണ്. 205 റൺസാണ് രാജസ്ഥാൻ അടിച്ചുകൂട്ടിയത്. ഇന്നത്തെ മാച്ച് കഴിഞ്ഞ് രാജസ്ഥാന്റെ കോച്ച് ദ്രാവിഡ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യ 2 കളി തോറ്റ രാജസ്ഥാൻ എങ്ങനെയാണ് തിരിച്ചു വന്നത്? ഇപ്പോഴിതാ കോച്ച് ദ്രാവിഡ് തന്നെ ആ സത്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ദ്രാവിഡ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: രാജസ്ഥാൻ ആദ്യത്തെ 2 കളി തോറ്റിട്ടുണ്ടായിരുന്നു. രാജസ്ഥാൻ ശരിക്കും ഡൗൺ ആയിരുന്നു. പരാഗ് ക്യാപ്റ്റനായപ്പോൾ രാജസ്ഥാൻ ടീമിനെ അത് ഒരുപാട് ബാധിച്ചു. അവന് ക്യാപ്റ്റൻസി അറിയില്ലായിരുന്നു. പിന്നീട് ഞങ്ങൾ കളിയിലേക്ക് തിരിച്ചെത്തിയത് സഞ്ജു കാരണമാണ്. സഞ്ജുവാണ് പരാഗിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. അതുമാത്രമല്ല, ഇന്നത്തെ മാച്ചിൽ സഞ്ജു ക്യാപ്റ്റനായപ്പോൾ ടീം പഴയതുപോലെ തന്നെ ശക്തമായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനിയുള്ള ഓരോ മാച്ചും രാജസ്ഥാൻ ജയിക്കും, അതെനിക്ക് ഉറപ്പാണ്. സഞ്ജുവിൽ എനിക്ക് വലിയ വിശ്വാസമുണ്ട്. സഞ്ജു ക്യാപ്റ്റൻ ആയപ്പോൾ തന്നെ വലിയൊരു ടെൻഷൻ മാറിക്കിട്ടിയിരിക്കുകയാണ്. ഇനി എനിക്ക് കോച്ചായിട്ട് ഒരു സമ്മർദ്ദവുമില്ല, കാരണം സഞ്ജു ആണ് ക്യാപ്റ്റൻ. ഇന്നത്തെ മാച്ചിൽ മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് രാജസ്ഥാൻ കാഴ്ചവെച്ചത്. അതാണ് കളി ജയിക്കാൻ കാരണമായത്. അതുപോലെ ബൗളിംഗിൽ നന്നായി കളിച്ചു. ഇതേ കളി വരുന്ന മത്സരങ്ങളിലും കാഴ്ചവെക്കുമെന്ന് ദ്രാവിഡ് വ്യക്തമാക്കി. രാജസ്ഥാൻ ആരാധകർ ആവേശത്തിലാണ്. രാജസ്ഥാൻ അടുത്തൊരു മാച്ചും കൂടി ജയിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് രാജസ്ഥാന്റെ നാളുകളാണ് വരാനിരിക്കുന്നത്. രാജസ്ഥാൻ ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും പ്ലേ ഓഫിലെത്തും. ബാറ്റിംഗിലും ബൗളിംഗിലും ഒരുപോലെ ഇന്ന് തിളങ്ങി. പഞ്ചാബ് ആകട്ടെ നാണം കെട്ടു. ശ്രേയസ്, സ്റ്റോയിനസ്, മാക്സ്വെൽ തുടങ്ങി വലിയ താരനിരകൾ പഞ്ചാബിലുണ്ടായിരുന്നു. എന്നിട്ടും അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. പെട്ടെന്ന് തന്നെ പഞ്ചാബിന്റെ വിക്കറ്റുകൾ രാജസ്ഥാൻ നേടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. രാജസ്ഥാൻ തിരിച്ച് ട്രാക്കിലെത്തി. ഓപ്പണിംഗിൽ സഞ്ജുവും ജയ്സ്വാളും മികച്ച കൂട്ടുകെട്ടാണ് സമ്മാനിച്ചത്. ആദ്യത്തെ 10 ഓവറിൽ ഒരു വിക്കറ്റ് പോലും രാജസ്ഥാന്റെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.